ഫ്രണ്ട്സ്, അപ്പോൾ ഹൈറാഷ് ലേണിംഗ് അപ്പോൾ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SSLCയിൽ എങ്ങനെ ഫുൾ A+ വാങ്ങാം അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ടിപ്സ് എഴുതിയിട്ടുണ്ട്. ഈ ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനൊരു 10th കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് SSLCയിൽ ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഇനിയൊരു 2 മാസമാണ് മെയിനായിട്ട് നമുക്കുള്ളത്. എന്നാലും 2 മാസം കഴിഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ ഇടയിലുള്ള ടൈമിലൊക്കെ നമുക്ക് പഠിക്കാൻ ടൈം കിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു 2 മാസം നന്നായിട്ട് യൂസ് ചെയ്ത് നമുക്ക് പറ്റുന്നത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ തീരെ സ്ട്രെസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഞാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിലൊന്നും ഫുള്ളായിട്ട് പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പബ്ലിക് എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, അത് നല്ലൊരു ഐഡിയ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറക്കമല്ലോ ഇനി ആകെ നമ്മൾ ഭയങ്കര ഒരു ഇടങ്ങാറായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട വരില്ല. പിന്നെ 2 മാസമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. 2 മാസം കൊണ്ടല്ലേ നമുക്ക് നല്ലോണം പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ സിലബസ് മാറിയതാണ്. അപ്പോൾ സിലബസ് മാറിയതിനെ പറ്റിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത് മൈൻഡ് സെറ്റ് പറഞ്ഞു. ഇനി രണ്ടാമത് വീക്ക്ലി പ്ലാൻ. അതായത് ഇപ്പം ഡെയിലി പ്ലാൻ ഉണ്ടാക്കുന്നതിനേക്കാളും മന്ത്ലി പ്ലാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മൾ ഒരാഴ്ച എന്താ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ആ ഒരാഴ്ച അത് നടന്നിട്ടില്ലെങ്കിൽ മാത്രം ആ ശനിയും ഞായറും നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ പ്ലാൻ ചെയ്യാൻ. എന്നിട്ട് ആ ശനിയും ഞായറും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവിഷൻ നടത്താം. ഓക്കെ, റിവിഷൻ നടത്തണം, അല്ലെങ്കിൽ നമ്മളെല്ലാം മറന്നു. ഓക്കെ, എല്ലാ ചാപ്റ്ററും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് സ്കൂളിൽ ഇരിക്കുമ്പം നമുക്ക് ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പം ജസ്റ്റ് മൈൻഡിൽ ഒന്ന് റീകോൾ ചെയ്ത് വെക്കാം, ഞാൻ എന്തൊക്കെയാണ് ഇന്നലെ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളത് പെട്ടെന്നൊന്നും മറക്കൂല. നമുക്ക് എക്സാം ടൈമിൽ നല്ല ഓർമ്മ ഉണ്ടാവും. മൂന്നാമത്തത് പ്രയോറിറ്റൈസ് സബ്ജക്ട്സ്. അതായത് നമ്മൾ ചില സബ്ജക്റ്റിൽ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ചില സബ്ജക്റ്റുകളിൽ ഭയങ്കര വീക്കായിരിക്കും, ചില സബ്ജക്റ്റുകൾ നമ്മൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള സബ്ജക്റ്റ് മാത്രം ഫുൾ ടൈം നോക്കരുത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, 9th എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ 10th ഒക്കെ ആവുന്ന ടൈമിലേക്ക് വെറും മാത്സ് മാത്രം പഠിക്കും. അങ്ങനെ ഞാൻ ആ ഒരു മാത്സിലൊന്ന് ക്രാക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആ സബ്ജക്റ്റ് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ആ സബ്ജക്റ്റിൽ വെറും നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പം ആ സബ്ജക്റ്റ് എടുക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യണമെന്നല്ല, ബാക്കിയെല്ലാം പഠിക്കുക, പക്ഷെ ഇത് നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാലാമത്തെ ടിപ്പ് റിസോഴ്സസ്. അതായത് നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിലാണെങ്കിൽ ഞാൻ മാത്സ് SSLCയിലെ മാത്സ് ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് സബ്ജക്റ്റിൽ കുറച്ച് വീക്കായിട്ടുള്ളവർ ഒന്ന് ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ 10th പഠിക്കുന്ന ടൈമിൽ എക്സാമിനറിൻ്റെ ഓൺലൈൻ ട്യൂഷനിലാണ് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ വന്ന് ഓഫ്ലൈൻ ട്യൂഷന് പോകാനുള്ള എനർജി ഒന്നും ഉണ്ടാവില്ല. സ്കൂളിൽ വന്നാട് ഭയങ്കര ടയർഡാകുന്ന ഒരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനായിട്ട് ട്യൂഷന് ചേർന്നിട്ടില്ല, ഓൺലൈനായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എന്നിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. ക്ലാസ് കാണണം, അത് കണ്ടു തീർക്കണം, അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചിലവർക്ക് അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓഫ്ലൈൻ ട്യൂഷന് ചേർന്നിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ വെറുതെ പോകാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ടൈമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ആ ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത്. 5 ഫോക്കസിങ് ഓൺ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പം ഈ വർഷം സിലബസ് മാറിയിട്ടുണ്ടല്ലേ, എന്നാലും എനിക്ക് തോന്നുന്നു മാത്സിലും അതുപോലെ ചില സബ്ജക്റ്റിലൊക്കെ കുറച്ച് സെയിം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ ആണെങ്കിൽ കുറച്ച് സെയിം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കണ്ടന്റ് ഒക്കെ കൂടി കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഏതൊരു ക്ലാസ് കാണുന്ന ടൈമിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിൽ ഓരോ കാര്യങ്ങൾ വായിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് റൗണ്ടിലായിട്ട് ഇട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇപ്പം ടെക്സ്റ്റ് ബുക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്ന രീതിയിലാണ് ഈ വർഷം വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി ആറാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ എക്സാമിനർ, സൈലം, എജുപോർട്ട്, അതുപോലെ ഒരുപാട് ചാനൽസ് ഉണ്ട് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഞാൻ ഈ ചാനൽസ് പറയുന്നതേ ഉള്ളൂ, ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ അവരുടെ നോക്കിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു A+ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഗൂഗിളിൽ. അങ്ങനത്തെ സൈറ്റ്സിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യാം. ഏഴാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കൺസിസ്റ്റൻസി. ഓക്കെ, അതായത് നമ്മൾ ഇന്നൊരു ദിവസം പഠിച്ചെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ദിവസം വിട്ടിട്ട് അടുത്ത ദിവസം പഠിക്കരുത്. നമുക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം നമുക്ക് ചില ദിവസങ്ങളിൽ വയറുവേദന, തലവേദന, അതുപോലെ ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പഠിക്കുക, അതാണ് പറയാനുള്ളത്. കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല. ഡെയിലി അങ്ങനെ ഇരുന്ന് പഠിച്ചോളും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. എട്ടാമത്തത് സ്ലീപ്പാണ്. ഈ ഒരു കാര്യത്തെ സംസാരിക്കാൻ എനിക്ക് ഒട്ടും യോഗ്യതയില്ല, കാരണം ഞാൻ അത്ര ഫുള്ളായിട്ട് ഉറങ്ങുന്ന ഒരാളല്ല. ഞാൻ 8 മണിക്കൂറൊന്നും ഉറങ്ങലേ ഇല്ല. കാരണം എക്സാം ടൈമിലെല്ലാം ഞാൻ ഒരു ഉറക്കൊഴിഞ്ഞ് പഠിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊട്ടും നല്ലതല്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി എനിക്ക് ഒരുപാട് തലവേദന ഉണ്ടാവും. പിന്നെ എക്സാം ദിവസം അല്ലെങ്കിൽ സ്കൂളിൽ പോയ ദിവസം ഭയങ്കര ടയർഡായിരിക്കും. ഞാൻ സ്കൂളിൽ നിന്ന് മൊത്തം കിടന്നുറങ്ങല. അപ്പം അത് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കുക. ഓക്കെ, ഉറക്കം ഭയങ്കരമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് പഠിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെയാണ് സയന്റിഫിക്കലി പറയുന്നത്. അപ്പം നിങ്ങൾ പരമാവധി ഭയങ്കരമായിട്ട് ഉറക്കം ചെയ്യണ്ട. കുറച്ചെല്ലാം ഉറക്കം സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം ഒഴിയുമ്പം നമുക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് വരും. അതുകൊണ്ട് പരമാവധി നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അതുപോലെ ഓരോ സബ്ജക്റ്റുകളും എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.